ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് പുതിയൊരു ഡ്രാമ നോക്കാം. ഡ്രാമയുടെ പേര് ഷൈൻ ഓൺ മീ. അപ്പം നമുക്ക് കഥയിലേക്ക് കടന്നാലോ. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ്. അവിടെ ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സർജറി ചെയ്യുന്ന ആളാണ് നമ്മുടെ ഹീറോ. നമ്മുടെ ഹീറോയുടെ പേരാണ് ലിൻ. അവനൊരു ഡോക്ടറാണ്. ഇതൊരു വലിയ സർജറി ആയിരിക്കും. അവനത് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ അവൻ സർജറിക്ക് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ പേഷ്യൻ്റെ കൂടെ വന്നവർ അവൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ടാവും. ഇതൊക്കെ അവിടെയുള്ള മറ്റ് ഡോക്ടർമാർ കേൾക്കുന്നുണ്ടാവും. ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രമായില്ല, ടാലൻറ്റും കൂടി വേണം. ഇത് രണ്ടും ഉണ്ട്. ഇവൻ ഭാവിയിൽ വലിയ ആളാവുന്നൊക്കെ ആ ഡോക്ടേഴ്സ് പറയുന്നുണ്ടാവും. അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ലിൻ പോകുമ്പോഴാണ് അവൻ്റെ ഫ്രണ്ട് വിളിക്കുക. അവനപ്പോൾ സർജറി കഴിഞ്ഞ കാര്യമൊക്കെ പറയും. അപ്പോൾ ഫ്രണ്ട് ഏതായാലും ഇന്ന് നിനക്കൊരു പാർട്ടി തരാം, നിനക്ക് ഒരു ബ്യൂട്ടീനെ പരിചയപ്പെടുത്തി തരാമെന്നും പറയും. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്, നിനക്കറിയാം അവളെ, എൻ്റെ അമ്മ കഴിഞ്ഞ ആഴ്ച നടത്തിയ പാർട്ടിയിൽ അവൾ വന്നിട്ടുണ്ടായിരുന്നു, അവൾ ആ ഷിന്നിൻ്റെ മകളാണെന്നൊക്കെ പറയും. അപ്പോൾ അവൻ ഒന്നും പറയാതിരിക്കും. പിന്നെ അടുത്ത ദിവസം അവൻ അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട് വിളിക്കുക. അവൻ്റെ ഫ്രണ്ട് വിളിക്കുമ്പോൾ അവൻ, എനിക്ക് ആ പെൺകുട്ടീനെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയും. അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇത്ര നാളില്ലാത്ത ഇൻട്രസ്റ്റ് ഒക്കെ എന്താ ഇപ്പോൾ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. ഇത് 2011 ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് നീ. അവൾ അവളുടെ കസിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവളുടെ കസിൻ അവളുടെ അച്ഛനും അമ്മയും ഡൈവേഴ്സായ കാര്യം, അച്ഛന് വേറെ റിലേഷൻഷിപ്പുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ അവൻ്റെ ട്യൂട്ടർ വരും. അപ്പോൾ നീയുടെ അടുത്ത് ഒന്ന് പോയി വാതിൽ തുറക്കുമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ആദ്യം പറ്റില്ല എന്ന് പറയെങ്കിലും പിന്നീട് പോയി വാതിൽ തുറക്കും. നോക്കുമ്പോൾ അവിടെ ട്യൂട്ടർ എത്തിയിട്ടുണ്ടാവും. അവൻ്റെ പേരാണ് സങ്ഷു. അവനാണ് സെക്കൻഡ് ഹീറോ. അവനെ കണ്ട അപ്പം തന്നെ നമ്മുടെ ഹീറോയിന് അവൻ്റെ അടുത്ത് ക്രഷ് അടിച്ചിട്ടുണ്ടാവും. അവനപ്പോൾ അവളുടെ അടുത്ത് ഇത് ജിയാങ്ങിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കും. ഇതോടെ കഥ തുടങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് 2012 സീനാണ്. നമ്മുടെ ഹീറോയിൻ നീ അവളുടെ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവളുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കും, എൻ്റെ കൂട്ടം എല്ലാവരും വേഗം കോളേജ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർ എന്തിനാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പറയും. എന്നിട്ട് അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും. അവളും വേഗം അവിടേക്ക് ചെല്ലും. ആ സമയത്താണ് ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സിനൊക്കെ അവൾക്ക് പരിചയപ്പെടുത്തുക. അപ്പം തന്നെ അവിടെ സങ്ഷുവും വരുന്നുണ്ടാവും. സങ്ഷുവിൻ്റെ കൂടെ അവളുടെ റൂംമേറ്റായ റങ്ങും ഉണ്ടാവും. ആദ്യം ക്രഷ് അടിച്ച് നിന്ന പോലെയല്ല അവളിപ്പോൾ നിൽക്കുന്നുണ്ടാവുക. അവൾ അവനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന രീതിയിലായിരിക്കും പെരുമാറുണ്ടാവുക. നീ ഒരുപാട് ഫുഡൊക്കെ ഫ്രണ്ട്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷേ സങ്ങിന് ഒരു ബാങ്കിൽ ജോലി കിട്ടിയ കാരണം കൊണ്ട് അവൻ്റെ ട്രീറ്റാണ് ഇന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകും. അവളുടെ അവൻ ചോദിച്ചിട്ടുണ്ടാവും, നാളെ വരുന്നല്ലേ പറഞ്ഞ്, പിന്നെന്താ ഇന്ന് വന്നതെന്ന്. അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും, ഇതൊക്കെ എങ്ങനെ ഇവനറിയാമെന്ന്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സൊക്കെ അവൻ്റെ ഒപ്പം തന്നെ അല്ലേ, പിന്നെ റങ്ങിൻ്റെ നെയ്ബറും അല്ലേ അവൻ, അങ്ങനെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അവളുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് പറയും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. നീ കൊണ്ടുവന്ന ഫുഡ് കൂടി നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ അവൾ, ഇത് സങ്ങിൻ്റെ പാർട്ടിയല്ലേ, ഇതിൽ എൻ്റെ ഫുഡ് മിക്സ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. പിന്നീട് അങ്ങനെ പാർട്ടിക്ക് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകും. പിന്നീട് സങ് അവളുടെ അടുത്ത് ഇനി എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ മുന്നേ ഇൻറ്റേൺഷിപ്പ് ചെയ്ത വൂഷി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെ പറയും. അവനപ്പോൾ അവളുടെ അടുത്ത് നല്ലത് ചൂസ് ചെയ്ത് നീ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നൊക്കെ പറയും. പിന്നീട് ഫ്രണ്ട്സ് കരോക്കെ ഉണ്ട് പോയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നീയുടെ അങ്കിൾ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൾ, ഞാൻ അങ്കിളിൻ്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവും. ആ സമയത്താണ് അവളുടെ കസിൻ ജിയാങ് വിളിക്കുക, നിൻ്റെ റൂമിൽ എനിക്ക് ഒരു വേണ്ടപ്പെട്ട സാധനം ഉണ്ട്, അത് എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ നേരെ റൂമിലേക്ക് പോവും. റൂമിലേക്ക് പോയിട്ട് അവൾ ആ സാധനം എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് അവളുടെ ഫ്രണ്ട്സ് ആ റൂമിലേക്ക് വരിക. ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും, സങ്ങല്ലേ കരോക്കെ അറേഞ്ച് ചെയ്ത്, അവൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു തെളിച്ചില്ല, അവൻ എന്താ പറ്റിയെന്നൊക്കെ, അവൻ എല്ലാവരെയും മൂഡ് കളയുന്ന തോന്നണമെന്നൊക്കെ അവർ പറയുന്നുണ്ടാവും. പിന്നീട് റങ്ങിൻ്റെ അടുത്ത് നിങ്ങൾ നെയ്ബേഴ്സും ഒപ്പം കളിച്ച് വളർന്നവരൊക്കെ അല്ലേ, നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഇതൊക്കെ നീ കേൾക്കുന്നുണ്ടാവും. അവളുടെ ഒരു ഫ്രണ്ടാണെങ്കിൽ റൂമിൽ ഷൂ കിടക്കണതും കാണും. പിന്നീട് അവൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്കിളിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവൾ സങ്ങിനെ ആദ്യമായിട്ട് കണ്ടതും പിന്നെ അവളുടെ കസിൻ്റെ അടുത്ത് അവനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ അവളങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അവളപ്പോൾ വിയേഡായിട്ടാണ് പെരുമാറുന്നതൊക്കെ അവളുടെ കസിൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഈ 2011 12 ഇടയിൽ സങ്ങുമായിട്ട് നീക്ക് എന്തോ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പിന്നെ അവരുടെ ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവൾ ബസ്സൊക്കെ ഇറങ്ങി അങ്കിളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ജിയാങ് അവളെ കൂട്ടാൻ വന്നിട്ടുണ്ടാവും. അങ്ങനെ അങ്കിളുടെ വീട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിൾ ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ അവൾ പറയും. അപ്പോൾ അവളുടെ ആൻറ്റി ആണെങ്കിൽ അവളുടെ അച്ഛനെക്കുറിച്ചും അവളുടെ അച്ഛൻ്റെ പുതിയ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയും. അവൾക്കപ്പോൾ അത് കേൾക്കുമ്പോൾ വിഷമാവും. പിന്നീട് അവൾ കോളേജിലേക്ക് പോയിട്ടുണ്ടാവും. എല്ലാവരും ഒരു
ജോബ് ഫെയറിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവൾക്ക് ആകെ കൺഫ്യൂഷനാവും. സംഘം പറഞ്ഞതും പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി നാട്ടിൽ തന്നെ നിൽക്കണോ അതോ നല്ല ജോലി സെലക്ട് ചെയ്യണോ എന്നൊക്കെ അവൾക്ക് കൺഫ്യൂഷനായിട്ട് അവൾ ജോബ് ഫെയറിന് പോകാൻ തീരുമാനിക്കും. അവിടെ സംഘിനെ കാണുമ്പോൾ അവൾ വിചാരിക്കും ഇനി ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ മാറി ചിന്തിച്ചെന്ന് ഇവൻ വിചാരിക്കുമെന്നൊക്കെ. പിന്നീട് അവരവരുടെ CV എല്ലാ കമ്പനികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവും. അങ്ങനെ സംഘും ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അവൻ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. പിന്നീട് നീ തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ 2 CV ബാക്കിയുണ്ടാവും. ഇതെവിടെയും കൊടുക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്ന സമയത്ത് സംഘ് വേഗം വന്ന് അതിലൊരു CV എടുത്തുകൊണ്ട് പോയിട്ട് അവനറിയാവുന്ന ഒരു കമ്പനിയുടെ അവിടെയുള്ള അസിസ്റ്റൻറ്റിന് വന്ന് കൊടുക്കും. അപ്പോൾ ആ ലേഡി ആണെങ്കിൽ നീ എന്താ ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഇത് ആരുടെ CV എന്നൊക്കെ പറഞ്ഞിട്ട് നീന്ന് പേരൊക്കെ പറയും. അപ്പോൾ അവിടെ ഒരാൾ തിരിഞ്ഞു നോക്കും. അത് നമ്മുടെ ഹീറോ ആയിരിക്കും. നമ്മുടെ ഹീറോ അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ലേഡി ആ CV മേടിക്കുന്ന അതേ സമയത്ത് തന്നെ ഹീറോ അവിടെ വന്ന് ആ CV പരിശോധിക്കും. അതൊരു വലിയ കമ്പനി ആയിരിക്കും. അവനപ്പോൾ ഈ കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവൻ എന്നിട്ട് ആ CVയുടെ ഉടമസ്ഥൻ എവിടെയെന്നൊക്കെ സംഘിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ സംഘ് പറയും അത് ഒരുപാട് പേർക്ക് CV കൊടുത്ത് കാല് കൊണ്ട് വയ്യാതിരിക്കണം എന്നൊക്കെ. അവൻ ഒരുപാട് നേരം ആ CV തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. പിന്നീട് അവൻ ആ CV ആ അസിസ്റ്റൻറ്റിന് കൊടുത്ത് അവിടെ നിന്ന് പോവും. പിന്നീട് അസിസ്റ്റൻ്റ് എല്ലാം നമുക്ക് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് സംഘിനെ പറഞ്ഞയക്കും. സംഘ് പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും ചോദിക്കുക ഏത് കമ്പനിയിലാണ് കൊടുത്തതെന്നാണ്. പക്ഷേ സംഘ് ഏതോ ഒരെണ്ണത്തിലെന്ന് പറയാം. ഇതേ കമ്പനിയിൽ തന്നെ സംഘ് റങ്ങിൻ്റെ CVയും കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. സംഘിൻ്റെ അടുത്ത് റങ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ നോക്കുമ്പോൾ അവൻ റങ്ങിനെ കളിയാക്കിയ പോലെ സംസാരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവും. അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീക്കൊരു കോൾ വരിക. അത് അവളുടെ അച്ഛൻ്റെ ആയിരിക്കും. ഇതേ സമയത്ത് തന്നെ റങ്ങും പറയും അവളുടെ ഫോൺ കാണാനില്ല എന്ന്. അപ്പോൾ എല്ലാവരും എവിടെയാണെന്ന് വിചാരിക്കും. പിന്നീട് എല്ലാവരും റൂമിലേക്ക് പോയിട്ടുണ്ടാവും. റങ്ങിൻ്റെ കാണാതെ പോയ നമ്പറിലാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുക. അപ്പോൾ റങ് ഇനി എന്താ ചെയ്യാന്നൊക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് പറയും അവൾ വേറൊരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലായിരിക്കും ചിലപ്പോൾ മെസ്സേജ് വരാമെന്നൊക്കെ. ഈ സമയത്ത് നീക്കൊരു കോൾ വന്നിട്ടുണ്ടായിരിക്കും. അത് ഒരു ഇൻ്റർവ്യൂ കോളായിരിക്കും. അത് മുന്നേ റങ്ങിന് വേണ്ടി സംഘ് ഹെൽപ്പ് ചെയ്ത അതേ കമ്പനിയിൽ നിന്ന് തന്നെ ആയിരിക്കും. അത് റങ്ങിന് മനസ്സിലാവും. അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇവൾക്ക് ഇൻ്റർവ്യൂ കോൾ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ലിന്നിനെയാണ്. അവൻ ഓഫീസിലിരിക്കുമ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റ് വന്ന് പറയും ഷിന്നിൻ്റെ മകള് ഇവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പേപ്പേഴ്സ് തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അവൻ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.